ഹായ് ഗെയ്സ്, നമ്മളെല്ലാം മൊബൈലിൽ നിന്ന് പാട്ട് കേൾക്കുന്നതിനായി നിരവധി കമ്പനികളുടെ പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ യൂസ് ചെയ്യാറുണ്ടല്ലോ. നമ്മളുടെ ചില അശ്രദ്ധ മൂലം ചിലപ്പോൾ നമ്മൾ ചാർജ് കുത്തുന്ന പിന്ന് കുറച്ച് ഫോഴ്സിൽ പ്രസ് ചെയ്ത് കുത്തുന്നത് കൊണ്ട് അതിൻ്റെ ചാർജിങ് പിൻ അടന്നു പോകാറുണ്ട്. ഈ ചാർജിങ് പിൻ അടന്നു പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഈ ചെറിയൊരു പിന്നാണ്. ഇത് അടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് അടന്നു പോകുന്നതിനൊപ്പം തന്നെ നമ്മുടെ ചാർജിങ് പിന്നിൻ്റെ സോൾഡറിങ് ചെയ്യാവുന്ന ഈ സ്പോട്ടുകൾ ബോർഡിൽ നിന്ന് ഫുള്ളായിട്ട് അടന്നു പോകും. അതുകൊണ്ട് വേറൊരു പിന്ന് സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്യാൻ കൂടെ സാധിക്കത്തില്ല. അതിനുവേണ്ടി ഇത്തരം കണക്ടറുകൾ നമ്മൾക്ക് ലഭ്യമാണ്. ഈ കണക്ടറുകളുടെ വയറുകൾ പോസിറ്റീവും നെഗറ്റീവും നോക്കി ഇതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതൊരു ബോട്ട് എന്ന കമ്പനിയുടെ പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതിനകത്ത് ഓൾറെഡി ഞാനൊരു കണക്ടർ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ചില കമ്പനികൾക്കകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഹോൾ ചെയ്ത് ഈ കണക്ടറുകൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ മോൾഡിങ് ചെയ്യുന്ന പോലെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് സ്ഥലപരിമിതികൾ കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വയറ് നീട്ടത്തിലിട്ട് ഈ ചാർജ് ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ കമ്പനിയെ സംബന്ധിച്ച് ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടമുള്ളതാണ്. ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ ഈ കമ്പനിയുടെ ഈ മോഡലിലുള്ളതാണെങ്കിൽ ഇതിന് ഇവിടെ ഒരു സ്ക്രൂ കാണും, ഇവിടെ ഒരു സ്ക്രൂ കാണും, ഇവിടെ ഒരു സ്ക്രൂ കാണും. ഈ സ്ക്രൂ അഴിക്കണമെങ്കിൽ ഈ ബീഡിങ് പതിയെ പൊക്കി കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ സ്ക്രൂ കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ക്രൂ ഉള്ളതാണ്. അതുപോലെ ഈ സൈഡും പൊക്കി ഇവിടെ ഒരു സ്ക്രൂ ഉള്ളതാണ്. ഈ സ്ക്രൂ റിമൂവ് ചെയ്ത് ബീഡിങ് ഫുള്ളെടുത്ത് മാറ്റേണ്ട, ഈ സ്ക്രൂ 3 സ്ക്രൂ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഈ സൈഡിലുമുണ്ട് അതുപോലെ 3 സ്ക്രൂ. ഈ 3 സ്ക്രൂ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രൂ കാണും, ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രൂ കാണും. ഈ നെറ്റ് രണ്ടും ഇവിടുന്ന് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക. ഇതിൻ്റെ ഇവിടുന്നും കൂടെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഈ ബീഡിങ് പീസ് റിമൂവ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക.
ഈ ബോർഡിൽ ICയുടെ 5 വോൾട്ട് ഇൻപുട്ട് പോയിൻ്റാണത്. ഇതിൻ്റെ കോമൺ നെഗറ്റീവ്. ആദ്യം കാണിച്ചത് പോസിറ്റീവ്. കണക്ടറിൻ്റെ റെഡ് വയർ വൈറ്റ് വയറുമായി ജോയിൻ്റ് ചെയ്ത് ICയുടെ 5 വോൾട്ട് ഇൻപുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. കണക്ടറിൻ്റെ ബ്ലാക്ക് വയർ ബ്ലൂ വയറുമായി ജോയിൻ്റ് ചെയ്ത് കോമൺ നെഗറ്റീവിൽ ജോയിൻ്റ് ചെയ്തിരിക്കുന്നു.